മാധു, അസാധാരണമായ സാഹചര്യമാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് പാർട്ടിയിൽ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. കെ.സി. വേണുഗോപാൽ സംഘടനാ ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതലയുള്ള സെക്രട്ടറിയാണ്. കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കിയേക്കുമെന്നുള്ള ചർച്ചകൾ സജീവമായി പുരോഗമിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് വലിച്ചു കീറുന്നത് ഉമ്മൻചാണ്ടിയുടെ ചിത്രം കൂടിയാണ്. കോൺഗ്രസിന്റെ എക്കാലത്തെയും ഏറ്റവും പ്രിയപ്പെട്ട നേതാവ് എന്ന് അവർ തന്നെ പറയുന്ന ഉമ്മൻചാണ്ടിയുടെ ചിത്രമടക്കമാണ് വലിച്ചു കീറുന്നത്. രാഷ്ട്രീയ വിയോജിപ്പുകൾ തെരുവിൽ വരുമ്പോൾ അങ്ങനെയാണ് ഇതിൽ സംഭവിക്കുന്നത്. ഒറ്റ പോസ്റ്റർ അല്ല ടി വി പ്രസാദ്, വ്യാപകമായി കെ.സി. വേണുഗോപാലിന്റെ പോസ്റ്റർ കീറുകയാണ്. മാധു, അത് തന്നെയാണ്, ശക്തമാവുകയാണ് പ്രതിഷേധം. എല്ലാ നിയന്ത്രണങ്ങളും വിട്ടുകൊണ്ട് പ്രതിഷേധം ശക്തമാകുന്നു എന്നുള്ളതാണ്. വി.ഡി. സതീശന് വേണ്ടിയുള്ള പ്രകടനം, അത് പിന്നീട് അവരുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുടെ മുഖം തന്നെ വലിച്ചു കീറുന്ന നിലയിലേക്ക് പ്രതിഷേധം അതിശക്തമായി വരികയാണ്. ആ DCC പ്രസിഡന്റ് ഒഴികെ സകല ഭാരവാഹികളും, മണ്ഡലം പ്രസിഡന്റുമാരും ബ്ലോക്ക് പ്രസിഡന്റുമാരും പോഷക സംഘടനാ നേതാക്കളും SFIയും KSUവും അതുപോലെ യൂത്ത് ഉൾപ്പെടെയുള്ള എല്ലാ ഭാരവാഹികളും ഈ മാർച്ചിൽ അണിനിരക്കുന്നു എന്നുള്ളതാണ്. ആരും സംഘടിപ്പിച്ചിട്ടില്ല എന്നിവർ പറയുമ്പോഴും കൃത്യമായ ആസൂത്രണം ഇതിന്റെ പിറകിൽ നടന്നിട്ടുണ്ട്. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യമാണ് ഈ പ്രവർത്തകർ മുന്നോട്ട് വയ്ക്കുന്നത്. DCC ജനറൽ സെക്രട്ടറിമാർ, DCC വൈസ് പ്രസിഡന്റുമാർ, അങ്ങനെ തുടങ്ങി വലിയൊരു നിര ഈ മാർച്ചിനൊപ്പം അണിനിരക്കുന്നു എന്നതാണ് നമ്മൾ അടുത്ത കാലത്ത് കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ മാർച്ചുകളിൽ ഒന്നായി ഇത് മാറുന്നു. അതിശക്തമായ പ്രതിഷേധം. ആ വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കാത്തതിൽ പ്രതിഷേധിച്ച് മുഖ്യമന്ത്രിയാക്കുമെന്നുള്ളത് തന്നെയാണ് ഇവരുടെ പ്രതീക്ഷ. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇതിന്റെ മുൻനിരയിൽ അണിനിരക്കുന്നവർ, ഇതിന്റെ മുൻഭാഗത്ത് നടക്കുന്നവർ, ഇവരെല്ലാം തിരുവനന്തപുരത്ത് വളരെ സജീവമായ DCC ഭാരവാഹികളാണ്. ഇതൊരു അസാധാരണ സാഹചര്യമാണ്. നേരത്തെ VS അച്യുതാനന്ദന് സീറ്റ് നിഷേധിച്ച സമയത്ത് ഓരോ ബ്രാഞ്ചുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കുഞ്ഞു കുഞ്ഞു പ്രകടനങ്ങളായിരുന്നു നമ്മൾ കണ്ടതെങ്കിൽ ഇതാ 2026-ൽ വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണം എന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം നഗരം കണ്ട കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രകടനങ്ങളിൽ ഒന്നായി ഇന്നത്തെ പ്രകടനം മാറുന്നു എന്നുള്ളതാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം വി.ഡി. സതീശൻ ഇവർക്കൊരു വികാരമാണ്. പട നയിച്ചവൻ നാട് നയിക്കട്ടെ എന്ന പ്രഖ്യാപനം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്. ഇവർക്കറിയാം ഇവർക്കെതിരെ നാളെ സംഘടനാ നടപടി ഉണ്ടാകുമെന്ന്. പക്ഷേ അതൊന്നും വകവയ്ക്കാതെയാണ് ഈ മാർച്ചിലേക്ക് ഇവർ വരുന്നത് എന്നുള്ളതാണ്. അതിശക്തമായ മാർച്ച്. സമീപകാലത്ത് തലസ്ഥാനം കണ്ട കോൺഗ്രസ് മാർച്ചുകളിൽ ഏറ്റവും വലിയ മാർച്ചുകളിൽ ഒന്നായി ഇത് മാറുന്നു എന്നതാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് ഏകദേശം പുളിമൂട് ജംഗ്ഷനിലേക്ക് എത്തിക്കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ ഇവിടെ കൂട്ടായ്മ സംഘടിപ്പിക്കുമെന്നാണ് നേതാക്കളിൽ നിന്ന് ജി വി പ്രസാദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് കോൺഗ്രസ് അണികളിൽ നിന്ന് പിരിച്ചതും ഹൈക്കമാൻഡ് കൊണ്ടുവന്നതുമായ പണം കൊണ്ട് പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്ലെക്സ് ബോർഡുകളാണ് പ്രിയ പ്രേക്ഷകരെ നമ്മൾ ഈ കാണുന്നത്. അത് വലിച്ചു കീറിക്കളയാനും കോൺഗ്രസ് പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് ജയത്തിന് പിന്നാലെ തെരുവിലിറങ്ങിയിരിക്കുന്നു. വി.ഡി. സതീശന്റെ ചിത്രങ്ങൾ ഏന്തിയ വലിയ ആൾക്കൂട്ടം അവിടെ ഉണ്ടാവുകയാണ്. അത് വി.ഡി. സതീശന് വേണ്ടി മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് പ്രതിഷേധം ഉണ്ടാകുന്നത്. കെ.സി. വേണുഗോപാൽ അല്ല, നയിച്ചവനാണ് നായകൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് വി.ഡി. സതീശന് അനുകൂലമായ വലിയ പ്രതിഷേധവും ശക്തിപ്രകടനവും ഇപ്പോൾ തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിൽ ഉണ്ടാകുന്നത്. കുഞ്ഞുങ്ങളെ കാണാൻ നമുക്ക് ആ രാഷ്ട്രീയ പ്രതിഷേധത്തിന്റെ ഭാഗമായി സ്ത്രീകളുടെ വലിയ പങ്കാളിത്തമുണ്ട്. ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ തലസ്ഥാന നഗരം ഇക്കാലയളവിൽ കണ്ട ഏറ്റവും വലിയ ശക്തി പ്രകടന ജാഥ എന്ന് പറയാൻ കഴിയും ഇതിനെ എന്നാണ് ടി വി പ്രസാദ് നേരത്തെ റിപ്പോർട്ട് ചെയ്തത്. ആ നിലയ്ക്കുള്ള വലിയ പ്രതിഷേധം വി.ഡി. സതീശന് അനുകൂലമായി തലസ്ഥാന നഗരിയിൽ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്.